ഇപ്പോൾ ലേബർ കോഡ് വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുന്നു. നാലാക്കിയത് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിഷേധിക്കപ്പെട്ടതിന്റെ ആദ്യത്തെ പ്രഹരമാണ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേര് ലിസ്റ്റ് ചെയ്യാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ തൊഴിലാളികളോട് അല്ലെങ്കിൽ ഈ നിയമത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ഒരു നിവേദനം ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ വിഷയങ്ങൾ കൂടി ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ തീരുമാനിച്ചത്. കരടല്ലേ, കരടലിന്റെ മേലൊന്ന് നടപടിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് പത്രക്കാർ വെറുതെ കാര്യം മനസ്സിലാക്കാൻ കേന്ദ്രം ഏകപക്ഷീയമായി നടപ്പാക്കിയ ലേബർ കോഡ് പിൻവലിക്കാൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു എന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ലേബർ കോഡ് മതിയായ ചർച്ചകളില്ലാതെ നടപ്പാക്കി എന്നാണ് ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം. പ്രമേയം കേന്ദ്രത്തിന് കൈമാറും എന്നടക്കമുള്ള കാര്യങ്ങൾ വിവിധ ട്രേഡ് യൂണിയനുകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിശദീകരിക്കുകയായിരുന്നു തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.